ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ സ്പെഷ്യൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ എളുപ്പത്തിലും തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തി റെസിപ്പിയാണ്. ഇഡ്ഡലി ദോശയ്ക്കൊക്കെ എത്ര വേണമെങ്കിലും കഴിച്ചു പോകും കേട്ടോ. അതിന് മുന്നായിട്ട് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ ശരി, വേഗം തന്നെ റെസിപ്പിയിലോട്ട് പോകാം. ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ ചെയ്തെടുക്കേണ്ടത് ഒരു ചട്ടി വെക്കാം. അതിലോട്ട് 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ടുള്ള ഇൻഗ്രീഡിയൻസ് 10 അല്ലി നമുക്ക് ചുവന്നുള്ളിയും 2 എരിവുള്ള പച്ചമുളകും അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂണോളം ഉഴുന്നും ഒരു പിടി മല്ലിച്ചപ്പുമാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അതിലോട്ട് ഉഴുന്ന് ചേർത്തി കൊടുക്കാം. ഇനി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ. നമ്മുടെ ഉഴുന്ന് കരിഞ്ഞു പോകരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചമ്മന്തിയുടെ ടേസ്റ്റ് വ്യത്യാസമായി വരുവേ. അപ്പോൾ ജസ്റ്റ് അതൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് അതിലോട്ട് ചുവന്നുള്ളിയും കൂടി ചേർത്തി കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ പച്ചമുളക് കേട്ടോ. പച്ചമുളക് കട്ട് ചെയ്ത് ചേർക്കരുത്. നമ്മുടെ ആ തൊലിയൊക്കെ എണ്ണയിൽ കടന്നിട്ട് നന്നായിട്ടൊന്ന് അതൊരു ജസ്റ്റ് ഒന്ന് മൂത്ത് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ചേർത്തി കൊടുക്കണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മല്ലിച്ചപ്പും ചേർത്തി കൊടുക്കാം. നല്ല എരിവുള്ള പച്ചമുളകായിട്ടോ 2 ചേർത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എരിവിനനുസരിച്ച് ചേർത്തി കൊടുക്കുക. പിന്നെ നമുക്ക് 120 ml കപ്പിന് 1 കപ്പ് തേങ്ങ ചെരുകിയതുമാണ് ചേർത്തി കൊടുക്കുന്നത്. അപ്പോൾ തേങ്ങയുടെ അളവ് നിങ്ങൾ കൂടുതൽ എടുക്കുമ്പോൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ അളവും നിങ്ങൾ കൂട്ടിയും കുറച്ചിട്ടൊക്കെ നിങ്ങളനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. ഇനി ജസ്റ്റ് നമുക്കിതാ ഒരു ബ്രൗൺ കളറാകുന്ന വരെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതാ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ചൂടാറിയതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ അരഞ്ഞ് കിട്ടണം കേട്ടോ. അപ്പോൾ രാവിലെയൊക്കെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണ് ഇത്. ഇതാട്ടോ നന്നായിട്ട് ഇതാ ബ്ലെൻഡാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു താളിപ്പും കൂടിയാണ് കേട്ടോ വേണ്ടത്. പിന്നെ തിക്ക് രൂപത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ മതി കേട്ടോ. ഇനി കുറച്ച് ലൂസാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി വെള്ളം കൂട്ടിയിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി താളിപ്പിനായിട്ട് അതേ ചട്ടി വെച്ചിട്ട് തന്നെ 1 ടീസ്പൂണോളം നമുക്ക് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതിലോട്ട് കുറച്ച് 1/2 ടീസ്പൂണോളം കടുകും 2 വറ്റൽമുളകും ഒന്ന് പൊട്ടിച്ചതും പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തി കൊടുക്കാം. അപ്പോൾ നമ്മൾ 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചത് കാരണമാണ് കേട്ടോ ഇപ്പോൾ 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ ചമ്മന്തിയിലോട്ട് നമുക്കിത് ഒഴിച്ചെടുക്കാം. ഇനി ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ദോശക്കും ഇഡ്ഡലിക്കൊക്കെ അടിപൊളിയായിട്ട് ഒരു കോമ്പിനേഷനാണ് ഈ ചമ്മന്തി. നല്ലൊരു ഗ്രീൻ ചമ്മന്തിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഒരു വ്യത്യസ്ത രുചിയിലാണ് കേട്ടോ ഈ ചമ്മന്തി. അപ്പോൾ നിങ്ങളിത് ഉറപ്പായിട്ടും തയ്യാറാക്കി നോക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ താഴത്തുള്ള കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. ഇൻഷാ അല്ലാഹ്. അപ്പോൾ നല്ലൊരു ഉഷാറ് റെസിപ്പി കൊണ്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സേഫ് ആയിരിക്കുക. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.